മുത്തപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഏറ്റവും പുരാതനവും പ്രാമാണികവുമായ പുരാവൃത്തം വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോറ്റംപാട്ടുകളിലും മുത്തപ്പനും കൊട്ടിയൂരും തമ്മിലുള്ള അഭേദ്യമായ ആത്മബന്ധത്തിൻ്റെ കഥകൾ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള അയ്യങ്കര നായനാർ എന്ന തികഞ്ഞ ശിവഭക്തനായ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നി പാടിക്കുറ്റി അന്തർജനവും സന്താനങ്ങളില്ലാത്തതിനാൽ വൈശാഖ മഹോത്സവ നാളിൽ കൊട്ടിയൂരിലെ കൂത്തമ്പലത്തിൽ വന്ന് സന്താനലബ്ധിക്കായി കാപാലീശ്വര കഥ കെട്ടിയാടുന്ന കൂത്ത് വഴിപാട് കഴിച്ചു. അന്നു രാത്രി പാടിക്കുറ്റിയമ്മയ്ക്ക് കൊട്ടിയൂർ പെരുമാൾ സ്വപ്ന ദർശനം നൽകി അരുളി ചെയ്തതാണ്: നാളെ തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിൽ നിങ്ങൾക്കൊരു ശിശുവിനെ ലഭിക്കുമെന്ന്. അവനെ സ്വന്തം മകനായി വളർത്തണമെന്നും കിഴക്കേ നടയിലെ തിരുനെറ്റിക്കല്ലിൽ നിന്നും അവർക്ക് തേജസ്വിയായ ഒരു ശിശുവിനെ ലഭിച്ചു. പെരുമാളിൻ്റെ പ്രസാദമായി ലഭിച്ച മകനെ അതീവ ലാളനയോടെ വളർത്തുകയും എങ്കിലും കുറിച്ച കുടിലുകളിലെത്തി അവരോടൊപ്പം വേട്ടയാടി കിട്ടുന്നത് തിന്നാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ബ്രാഹ്മണ്യത്തിന് നിരക്കാത്ത വഴികളിൽ നിന്നും കുട്ടിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുകയും ആ കോപാഗ്നിയിൽ അയ്യങ്കര ഇല്ലം ചാരമായി മാറുകയും ചെയ്തു. മുത്തപ്പൻ അവരോട് തൻ്റെ അവതാര രഹസ്യം വെളിപ്പെടുത്തി അവരുടെ പശ്ചാത്താപത്തിൽ മനസ്സലിഞ്ഞ് ഇല്ലം പൂർവ്വസ്ഥിതിയിലാക്കി. അമ്മയുടെ അപേക്ഷ പ്രകാരം മാലോകർക്ക് ആ കണ്ണുകളുടെ തീക്ഷ്ണത ഏൽക്കാതിരിക്കാൻ കണ്ണുകളിൽ വെള്ളി പൊയ്ക്കണ്ണ് ധരിച്ച് യാത്ര തിരിച്ചു. ഇല്ലത്തുനിന്നും ഇറങ്ങി മുത്തപ്പൻ ആദ്യം കൊട്ടിയൂർ കിഴക്കേ നടയിലെ കൊട്ടേരിക്കാവിലും പിന്നീട് ഒറ്റപ്പിലാൻ മലയിലും എത്തി. കാട്ടുജാതിക്കാരുടെ വനം കയ്യേറിയ ഹരിശ്ചന്ദ്ര രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിൻ്റെ സ്മരണ പുതുക്കുന്നതിനാണ് കുറിച്ച പടയാളികളുടെ അകമ്പടിയോടെ മുത്തപ്പൻ വരവ് ഇളനീരാട്ട ദിവസം നടക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ബാവലിപ്പുഴയുടെ തീരത്തുകൂടി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് വെള്ളൂഞ്ഞിമലയിലും വെങ്കലോട്ട് മാടത്തിലും വിശ്രമിച്ചു. അവിടെ നിന്നും പുരളിമലയിലും കുന്നത്തൂർ പാടിയിലും എത്തി. കുന്നത്തൂർ പാടിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുത്തുവിട്ട അമ്പു വന്ന് തറച്ച പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ സ്ഥിരവാസമാക്കി. വിശ്വാസ വൈവിധ്യങ്ങൾക്കപ്പുറം, യുക്തികൾക്കും തർക്കങ്ങൾക്കുമപ്പുറം മഹാദേവന്റെ തിരുപ്രസാദമായി ഭൂമിയിൽ അവതരിപ്പിച്ച ആ വെള്ളിപ്പൊയ്ക്കണ്ണിൻ്റെ കാരുണ്യത്തിനു മുമ്പിൽ ജാതിമതഭേദമന്യേ ഭക്തലക്ഷങ്ങൾ ഇപ്പോഴും കാത്തുനിൽക്കുന്നു അനുഗ്രഹത്തിനായി.